Good morning, students. In the last video, we have discussed about the location, factors that are helpful in evaluating the benefits of locations. And in that, first one is cost, volume, profit analysis. So in this video, we will discuss about the 5 methods that are being used for evaluating the benefits of location. So the cost, volume, profit analysis, as you all know, that it is a beneficial tool for analyzing the benefit of any business. We compare the cost, volume and profit of the business and make our decisions. So with regard to the locations, the steps involved in analyzing cost, volume, profit is, first one is to determine the fixed and variable cost for each alternative. So before you fix a location, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ലൊക്കേഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ ഒരു ബിസിനസ് ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഓരോ ലൊക്കേഷൻസ് യു മൈറ്റ് ഹാവ് മോർ ദാൻ വൺ ചോയ്സസ് അല്ലേ? അപ്പോഴാണല്ലോ ഈ ഫിക്സിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പോൾ മോർ ദാൻ വൺ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഓരോ ഓൾട്ടർനേറ്റീവ് ബിസിനസ് ലൊക്കേഷൻസിൻ്റെയും ഫിക്സ്ഡും വാരിയബിൾ കോസ്റ്റും നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യുക. യു ഹാവ് ടു ഡിറ്റർമിൻ ദ ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ കോസ്റ്റ് ഫോർ ഈച്ച് ലൊക്കേഷൻസ്. And you have to plot the total cost lines of all locations on the same graph. ഒരേ ഗ്രാഫ് എടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഒക്കെ കാണുന്ന പോലെ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഒക്കെയാണ്. നമ്മൾ കോസ്റ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റിങ്ങിലാണോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ഓക്കെ, ഫിഫ്ത്ത് സെം സ്റ്റുഡൻസിന് ഡിഗ്രി ഫൈനൽ ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇതിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ കോസ്റ്റ് ലൈൻ, ഓരോ ലൊക്കേഷൻസിലുള്ള ടോട്ടൽ കോസ്റ്റ് ലൈനും ഒരേ ഗ്രാഫിൽ വരയ്ക്കുന്നു. And with these lines, we determine which alternative will have the highest and lowest total cost for expected level of output. ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വെക്കുക. ഈ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിന് ഏത് ഓൾട്ടർനേറ്റീവിനാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ ഹയർ ആയിട്ട് വരുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരേ ഗ്രാഫിൽ ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ദീസ് ആർ ദ സ്റ്റെപ്സ് ഫോർ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ്. ഈ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ, ലൊക്കേഷൻസിൻ്റെ ബെനിഫിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ മെത്തേഡ് കുറച്ച് അസംഷൻസിൻ്റെ ബേസിസിലാണ്. എന്തൊക്കെയാണ് നമുക്ക് ആ അസംഷൻസ് നോക്കാം. ഫസ്റ്റ് ഇസ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് ലൊക്കേഷൻ ബെനിഫിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പം നമ്മൾ അസ്യൂം ചെയ്യാണ് ഏതൊക്കെ ലൊക്കേഷൻസ് ആണെങ്കിലും അവിടെ ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ചസ് ഇല്ല എന്നുള്ള ഒരു അസംഷൻ നടത്തുന്നു. രണ്ടാമത്തത് വാരിയബിൾ കോസ്റ്റ് ആ ലീനിയർ. എന്താ ലീനിയർ പറഞ്ഞാൽ? വാരിയബിൾ കോസ്റ്റ് മൂവ്സ് ഇൻ ഡയറക്റ്റ് പ്രപ്പോർഷൻ ടു ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് ലീനിയർ ആണെന്നും then required level of output can be closely estimated. പിന്നെ മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് പറഞ്ഞല്ലോ, ഓരോ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈന് കാണുന്നത് ഓരോ ലൊക്കേഷൻസിനും. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലോസ്ലി എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു ബിസിനസ്സിന്, ഞാൻ ചൈനയിൽ പോയിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എൻ്റെ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് എനിക്ക് പറയാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ ചൈനയാണോ ജപ്പാനാണോ എനിക്ക് നല്ലതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ബി ക്ലോസ്ലി. അപ്പോൾ ആ ഒരു അസംഷൻ്റെ പുറത്താണ് അത് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് ഓൺലി വൺ പ്രോഡക്റ്റ് ഇൻവോൾവ്. ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ എന്നുള്ള അസംഷനിലാണ് ഇത് ചെയ്യുന്നത്. ഇത്രയാണ് അസംഷൻസ് ഓഫ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ഫാക്ടർ റേറ്റിംഗ് മെത്തേഡ്. ഈ ഫാക്ടർ റേറ്റിംഗ് മെത്തേഡ് അതേപോലെ അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാണ് ഫാക്ടർ റേറ്റിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യാതെ ദ റിലവൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സ്, റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക. രണ്ടാമത് അതിനൊക്കെ നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുക. അസൈൻ എ വെയിറ്റ് ടു ഈച്ച് ഫാക്ടർ വിത്ത് ഓൾ വെയ്റ്റ്സ് ടോട്ടലിംഗ് 1. അങ്ങനെ നമ്മൾ ഓരോന്നിനും വെയിറ്റ് അസൈൻ ചെയ്തു ഓരോ ഫാക്ടേഴ്സിനും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റർമിൻ കോമൺ സ്കെയിൽ ഫോർ ഓൾ ഫാക്ടേഴ്സ്. യൂഷ്വലി 0 to 100 ആയിട്ട് നമ്മൾ അതിനൊരു സ്കെയിൽ ചെയ്യുന്നു. ദെൻ
സ്കോർ ഈച്ച് ആൾട്ടർനേറ്റീവ്. എന്നിട്ട് ഓരോ ആൾട്ടർനേറ്റീവിനെ നമ്മൾ സ്കോർ ചെയ്യുക. അപ്പോൾ ഓരോ ലൊക്കേഷൻസിനും നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ലൊക്കേഷൻ, സേ ഫോർ എക്സാമ്പിൾ ഇന്ത്യ, ദ ഹ്യൂമൻ റിസോഴ്സസ് ചീപ്പാണ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ ഫാക്ടേഴ്സിനെ എടുക്കുന്നു. ആ ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഓരോന്നിനും വെയിറ്റ്. ഇപ്പോൾ ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സസിന് വെയിറ്റ് കൂടുതലായിരിക്കും. ആ ഹ്യൂമൻ റിസോഴ്സ് പറയുന്ന ഫാക്ടറിന് വെയിറ്റേജ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാനുള്ളതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്യുക. ആ വെയിറ്റ് അസൈൻ ചെയ്തതിന് ശേഷം നമ്മളതിനെ സ്കെയിൽ ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഓൾട്ടർനേറ്റീവിന് സ്കോർ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ അഡ്ജസ്റ്റ് സ്കോർ യൂസിങ് വെയ്റ്റ്സ്, ആ ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളതിനെ സ്കോറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ദ ഓൾട്ടർനേറ്റീവ് വിത്ത് ദ ഹയസ്റ്റ് സ്കോർ ഇസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ കിട്ടുന്ന ഓപ്ഷനെയാണ് നമ്മൾ ബെസ്റ്റായിട്ട് കാണുക. ഇങ്ങനെ ഒരു ലൊക്കേഷനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫാക്ടറിനെ റേറ്റ് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ തീരുമാനിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫാക്ടർ റേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് ഈ സ്റ്റെപ്സൊക്കെ. അടുത്തത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. This technique is used in determining the location of a facility which will either reduce travelling time or lower shipping cost. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡിൽ നമ്മൾ ലൊക്കേഷൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്, ആ ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്ന ലൊക്കേഷൻ ഷുഡ് ബി ഏബിൾ ടു ഐദർ റെഡ്യൂസ് യുവർ ട്രാവൽ ടൈം കുറയ്ക്കാനോ ഷിപ്പിംഗ് കോസ്റ്റ് കുറയ്ക്കാനോ സമയമോ ചിലവോ ഇത് ഏതെങ്കിലും ഒന്ന് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ആ സാധിക്കുന്ന തരത്തിൽ ആ ലൊക്കേഷനെ ഡിറ്റർമിൻ ചെയ്യാണ് ഈ ടെക്നിക്കിൽ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡിൽ. ദ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഈസ് സീൻ ആസ് എ ലീനിയർ ഫങ്ഷൻ ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് ക്വാണ്ടിറ്റി ഷിഫ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഷിപ്പിംഗ് കോസ്റ്റ് കുറവാണോ ട്രാവലിംഗ് ടൈം നോക്കുകയൊക്കെ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഈ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും ഡിസ്റ്റൻസും ക്വാണ്ടിറ്റി ഷിഫ്റ്റും തമ്മിലൊരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ അസംഷനിലാണ്. അതായത് നമ്മൾ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എപ്പോഴാണ് കൂടുക, നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കൂടും എന്നുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ദെൻ ഇഫ് ദ ക്വാണ്ടിറ്റീസ് ഷിഫ്റ്റ് ടു ഈച്ച് ലൊക്കേഷൻ ആർ ഈക്വൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ടിലേക്കും ഷിപ്പ് ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി സെയിം ആണെങ്കിൽ the center of gravity is found by taking the average of x and y coordinates. If the quantities shipped to each location are different, a weighted average must be applied. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് സാധനം എക്സും വൈ കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മളിവിടെ വരുന്നത് എന്താണ്, ഡിസ്റ്റൻസും ക്വാണ്ടിറ്റി ഷിഫ്റ്റും. ഇപ്പോൾ ക്വാണ്ടിറ്റി ഷിഫ്റ്റ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എത്ര ഉണ്ട്, അതിൻ്റെ കോസ്റ്റ് എത്ര ഉണ്ട്, ഇതിൻ്റെ ബേസിസിലാണ് തീരുമാനിക്കുക. ക്വാണ്ടിറ്റി ഷിഫ്റ്റ് ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്യും ഓരോന്നിനും. അതായത് ഇപ്പോൾ ചൈന ആണെങ്കിൽ അവിടേക്ക് ഇത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ പോകുന്നുണ്ട്, അത് US ആണെങ്കിൽ അവിടേക്ക് ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് ഇൻ ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ അതിന് ഈ വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഈ കോസ്റ്റും ഡിസ്റ്റൻസിനെയും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെത്തേഡ്. ദെൻ ദർ ഇസ് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറയുന്നൊരു മോഡലും കൂടെ ചില ആർട്ടിക്കിൾസ് എന്നൊക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് കാൽക്കുലേറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻപുട്സ് ടു ലൊക്കേഷൻസ്. അപ്പോൾ മെറ്റീരിയൽസും ഇൻപുട്സും ഒക്കെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇവിടെ പ്രധാന ഫാക്ടറായിട്ട് വരിക. അത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ മാർക്കറ്റിലേക്കും അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ടു വാരിയസ് മാർക്കറ്റ്സ്. എന്നിട്ട് സെലക്ട് എ ലൊക്കേഷൻ വിത്ത് ലീസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുക, അവിടേക്കുള്ള ഇൻപുട്ട് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരാനുള്ള ചിലവ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തുകയാണെങ്കിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്ന് കണക്കാക്കുന്നു. എന്നിട്ട് ലീസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇത്രയാണ് ഈ
ഫാക്ടേഴ്സ് യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ലൊക്കേഷൻ ബെനിഫിറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.